മക്കളെ, നമ്മൾ മാത്തമാറ്റിക്സിൽ ബേസിക് ഫണ്ടമെൻ്റലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഇതിൻ്റെ അർത്ഥം എന്താ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് ഡിവിഡൻഡ്. ഇനി ആരാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് ഡിവൈസർ. ഇപ്പം നമ്മൾ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് 4 ആണ്, ഡിവൈസർ 3 ആണ്. അപ്പം ഡിവിഡൻഡിനെ നമുക്ക് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഇങ്ങനെ പറയാം. മക്കളത് നോട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത്, when a larger number is divided by a smaller number, the quotient and remainder are both 2. അതായത് രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. ഇവിടെ ഇപ്പം എന്താ പറയണ്ടേ? നമ്മോട് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഹരിച്ചപ്പോൾ, അല്ലെങ്കിൽ ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ലെറ്റ് ദ ലാർജർ നമ്പർ ബി എക്സ് ആൻഡ് സ്മോളർ നമ്പർ ബി വൈ. ഇനി നമ്മൾ ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലാർജർ നമ്പർ ഡിവിഡൻ്റ് ആണ്, സ്മോളർ നമ്പർ ഡിവൈസർ ആണ്. അപ്പം നമുക്ക് 2x = 2y + 2 എന്ന് പറയാം. എന്തുകൊണ്ടാണ്? കോഷ്യൻറ്റും റിമൈൻഡറും 2 തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. അപ്പം കോഷ്യൻറ്റ് 2 ആണ്, റിമൈൻഡർ 2 ആണ്. അപ്പം x = 2y + 2. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വെൻ 5 times smaller is divided by larger, the quotient and the remainder are still both 2. What are the numbers? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെ കിട്ടി. സംഖ്യകൾ കണക്കാക്കുക. അപ്പം രണ്ടാമത്തെ കേസിൽ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങ് കൊണ്ട്, അതായത് 5 times സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങ്, അതായത് 5y, ഇതിനെ വലിയ നമ്പർ കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇത് ഡിവിഡൻറ്റും ആവും, ഇത് ഡിവൈസറും ആവും. പക്ഷെ ഈ കേസിലും കോഷ്യൻറ്റും റിമൈൻഡറും 2 തന്നെ. അപ്പം നമുക്ക് പറയാം 5y = 2x + 2. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങ്, അല്ലെങ്കിൽ 5 times സ്മോളർ നമ്പർ. ഈ 5 times സ്മോളർ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഹരിച്ചപ്പോൾ, എക്സ് കൊണ്ട് ഹരിച്ചപ്പോൾ സെയിം കോഷ്യൻറ്റും റിമൈൻഡറും കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് കോഷ്യൻറ്റ് 2, റിമൈൻഡർ 2 ആയിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങാണ് ഡിവിഡൻഡ്. അതിനെയാണ് ഹരിച്ചത്. ഏതുകൊണ്ട്? ഈ എക്സ് കൊണ്ട് ഹരിച്ചു, അല്ലെങ്കിൽ വലിയ നമ്പർ കൊണ്ട് ഹരിച്ചു. അപ്പം ഇത് ഡിവിഡൻഡ്, ഇത് ഡിവൈസർ, കോഷ്യൻറ്റും റിമൈൻഡറും ഒന്ന് തന്നെ. ഇപ്പം നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സിന് പകരം 2y + 2 ഇതിനകത്തേക്ക് കൊടുത്താൽ മതി. നമുക്ക് എക്സ് എന്ന് പറയുന്നത് 2y + 2 എന്ന് കിട്ടിയിട്ടുണ്ട്. x = 2y + 2 എന്ന് ആദ്യം കിട്ടി. രണ്ടാമത് 5y = 2x + 2. നമുക്കിത് ഇത്രയും ചെയ്താൽ മതി. ഈ എക്സിനകത്തേക്ക് ഈ എക്സിന് പകരം 2y + 2 അങ്ങോട്ട് എടുത്തിട്ടാൽ മാത്രം മതി. അതായത് നമ്മളുടെ ഇക്വേഷൻ ഇതാണ്. 5y = ഇനി ഇവിടെ ഒരു 2 ഉണ്ട്. ആ 2 അങ്ങ് എഴുതി. ഈ എക്സിന് പകരം 2y + 2, ആ 2y + 2 അങ്ങോട്ട് എഴുതി. അതിനുശേഷം പ്ലസ് ഇവിടെ ഒരു 2 വേറെ ഉണ്ട്, ആ 2 എഴുതി. ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കണേ? നമ്മൾ എഴുതിയേക്കണേ ഇതേ ഇക്വേഷനാണ്. ഈ സെയിം ഇക്വേഷൻ നമ്മൾ എഴുതിയേക്കണേ. പക്ഷേ ഈ എക്സ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതങ്ങോട്ട് കയറ്റി 2y + 2 അങ്ങോട്ട് ഇട്ട് കൊടുത്തു.
എന്തിനു വേണ്ടിയാ? നമുക്കിതേ വൈയുടെ വാല്യൂ കിട്ടും. എക്സ് അങ്ങ് മാറ്റിയാൽ വൈയുടെ വാല്യൂ കിട്ടും. നമുക്ക് ഒരു ടേമിനെ മാറ്റണം. ഒരു വേരിയബിളിനെ മാറ്റി ഒറ്റ വേരിയബിളിൻ്റെ ടേമിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് വാല്യൂ കിട്ടുള്ളൂ. അപ്പം നമുക്ക് പറയാം 2 × 2y 4y + 4 + 2 എന്ന് വരും, അല്ലെങ്കിൽ 4y + 6 എന്ന് വരും. അതായത് 5y = 4y + 6 എന്ന് വന്നു. ഈ 4yനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 5y - 4y, അതായത് y = 6 നമുക്ക് ആൻസർ കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ x = 2y + 2 ആണ്. അപ്പോൾ x = 2y + 2. ഈ ഇക്വേഷനിലേക്ക് വൈയുടെ വാല്യൂ കൊടുത്താൽ സി x = 2 × വൈയുടെ വാല്യൂ 6 ആണ്. അപ്പം നമുക്ക് 12 + 2 14 എന്ന് കിട്ടി. അതായത് എക്സിൻ്റെ വാല്യൂ 14ഉം വൈയുടെ വാല്യൂ 6ഉം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളോട് പറഞ്ഞായിരുന്നു എക്സിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 2ഉം റിമൈൻഡർ 2ഉം കിട്ടിയെന്ന്. ശരിയാണോ നോക്കാം. ഇതാ നമുക്ക് 14നെ എക്സ് 14ആണ്. 14നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്കറിയാം കോഷ്യൻ്റ് 2ഉം റിമൈൻഡർ 2ഉം കിട്ടി. കാരണം നമുക്ക് എഴുതത്തില്ലേ 14 = 2 × 6 + 2. കൃത്യമായിട്ട് എഴുതിയത് കണ്ടോ? അതായത് ഡിവിഡൻഡ് = ഡിവൈസർ × കോഷ്യൻ്റ് + റിമൈൻഡർ. ഇതാണ് മെത്തേഡ്. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള കൂടുതൽ ബേസിക് കണ്ടൻറ്റുകൾ, ബേസിക് കോൺസെപ്റ്റുകൾ പറഞ്ഞുകൊണ്ടാണ് സാർ ഓരോ ക്വസ്റ്റ്യനും എടുക്കുന്നത്. അപ്പം മക്കൾ ഇപ്പോഴേ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി മുന്നോട്ടുള്ള എല്ലാ വീഡിയോസും ആ ടൈമിൽ തന്നെ മക്കളിലേക്ക് എത്തും. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.